ചക്കപ്പുഴുക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ചക്കയുടെ സീസണാണല്ലോ. വീട്ടിൽ ചക്കയുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചക്കയൊക്കെ ഇട്ട്. ഇനിയുമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ജോലികൾ. ആ ജോലികൾ ആലോചിക്കുമ്പോൾ ചക്ക കഴിക്കണമെന്നുള്ള മോഹം തന്നെ വേണ്ടാന്ന് വെക്കും അല്ലേ. ഞാൻ അങ്ങനെ ആ മെയിൻ ജോലിയൊക്കെ അങ്ങ് ചെയ്യുകയാണ്. ചക്കയെല്ലാം വെട്ടി കണ്ടിച്ചെടുത്ത്, എന്നിട്ട് ആ ചക്കച്ചുളകളെല്ലാം പറിച്ചെടുത്ത്, പിന്നെ ചക്കക്കുരു എല്ലാം അതിനകത്തെല്ലാം അരിഞ്ഞിട്ട്, പിന്നെ അതെല്ലാം കഴുകിയെല്ലാം എടുത്ത്, ഇടയ്ക്ക് അമ്മ എനിക്കൊരു മാമ്പഴം കൊണ്ടു തന്നേ. ഞാൻ പിന്നെ അതെല്ലാം അവിടെ ഇരുന്ന് കഴിച്ച്. കുറേ മാമ്പഴം ഉണ്ടായിരുന്നു വീട്ടിൽ, നല്ല സ്വാദായിരുന്നു. അതെല്ലാം അവിടെ ഇരുന്ന് കഴിച്ച്. ഞാൻ കഴുകിയെടുത്ത ചക്ക കുക്കറിലിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിലിട്ട് 2 പ്രാവശ്യം അടിച്ചെടുത്തു. അപ്പോൾ പിന്നെ നമുക്കിനിയും അടുത്ത ജോലിയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് അതിനുള്ള അരപ്പങ്ങ് റെഡിയാക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുത്തു. അപ്പോഴത്തേന് ഈ നമ്മുടെ കുക്കറിലെ ചക്കയെല്ലാം ഒന്ന് ആറി എല്ലാം ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒതുക്കി വെച്ചതെല്ലാം കൂടെ കുക്കറിലേക്കിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി, എന്നിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത്. ചക്കപ്പുഴുക്ക് മാത്രം പോരല്ലോ, ഒരു മീൻ കറിയും കൂടെ വേണ്ടേ. അപ്പം നല്ല വറ്റ മീൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പം മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച് ചട്ടിയെല്ലാം വെച്ച് എണ്ണയെല്ലാം ഒഴിച്ച്, എന്നിട്ട് ഇടിക്കല്ലിൽ വെച്ച് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് വഴറ്റി, എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി. പിന്നെന്താ, നമ്മുടെ മെയിൻ ആൾക്കാരെയൊക്കെ നമുക്ക് ഇടണ്ടേ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം വീണ്ടും അതിലേക്കിട്ട്, അതിലേക്ക് പുളിവെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. എന്നിട്ട് നമ്മുടെ മെയിൻ ആളായ മീനെ നമ്മളതിനകത്തോട്ടിട്ടു. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ എല്ലാം കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ആഹാ, മീൻ തിളച്ചു വന്നപ്പോൾ നല്ലൊരു മണം കേട്ടോ. ആ ഉലുവാപ്പൊടിയുടെയും കൂടെ ആ ഒരു മണം വരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വീണ്ടും തിരുമ്മി ഞാൻ ഇട്ടു. അപ്പോൾ ഇനി എന്താ, ചക്കപ്പുഴുക്കെല്ലാം റെഡിയായി, മീനെല്ലാം റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാലോ. ചക്ക വെക്കാമെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ജോലിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ചക്കപ്പുഴുക്ക് ആ മീൻ കറിയും കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണെന്നുള്ളതാണ്. ചക്കപ്പുഴുക്കും മീൻ കറിയും കൂടി കഴിക്കുമ്പോൾ അതിനു മുമ്പെടുത്ത എഫേർട്ടുകളെല്ലാം നമ്മളങ്ങ് മറക്കും എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് സ്വാദിഷ്ടമായ വിഭവമാണ് ചക്കപ്പുഴുക്കും മീൻ കറിയും എന്നുള്ളതാണ്. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.